അല്ലാതെ RSS നേതാവിന്റെ തറവാട്ടിലായുള്ള കാരണം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ വിഹിതമല്ല മലയാളി ചോദിക്കുന്നത്. അത് വ്യക്തമായ നിലപാട് സ്വീകരിക്കണം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. മൗദൂദിയുടെ മടിയിൽ കിടന്ന് ഗോൾവൽക്കറുടെ ചിത്രത്തിന് നിലവിളക്ക് കൊളുത്തിയിട്ടാവരുത് ഈ കാര്യങ്ങൾ സംസാരിക്കണം. അരി നൽകിയ പ്രളയബാധിതർക്കായിട്ടുള്ള മലയാളികൾക്ക് അരി നൽകിയ വകയിലെ 205.81 കോടി രൂപ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. അത് നൽകിയില്ലെങ്കിൽ എന്താണ് അൾട്ടിമാറ്റം എന്ന് മാതൃഭൂമിയുടെ രാജ്യ തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലെ വാർത്താസംഘം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ പ്രധാനപ്പെട്ട വാചകം എന്താണ്? ഈ പൈസ കേരളം നൽകിയില്ലെങ്കിൽ നമ്മൾ പ്രളയത്തിൽ ദുരന്തം അനുഭവിച്ച മലയാളികൾക്ക് അരി കൊടുത്ത വകയിലുള്ള 205.81 കോടി കേരളത്തിലെ ഗവൺമെന്റ് നൽകിയില്ലെങ്കിൽ നമ്മുടെ SDR ഫണ്ടിൽ നിന്ന് അത് പിടിച്ചെടുക്കും. അല്ലേ? ഇവരാരാ? ഇവർ പിടിച്ചുപോയ സംഘമാണോ? നമ്മുടെ നാട്ടിൽ ഈ യൂണിയൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെയും ആങ്കറുടെയും ചർച്ചയിലിരിക്കുന്ന ആളുകളുമൊക്കെ ഇറച്ചിയും പാലും മുട്ടയും മീനും പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി, നമ്മുടെ വിയർപ്പിപ്പ്, ആ വിയർപ്പിന്റെ ഓഹരിയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ ഒരു RSS നേതാവിന്റെ തറവാട്ടിലായുള്ള കാരണം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ വിഹിതമല്ല മലയാളി ചോദിക്കുന്നത്. അത് പറയുമ്പോഴോ അത് ആന്ധ്രയ്ക്ക് നൽകും, തമിഴ്നാടിന് നൽകും, സിക്കിമിന് നൽകും, UPക്ക് നൽകും, പ്രയാഗ്രാജിന് നൽകും. പക്ഷെയോ വയനാട് ഉൾക്കൊള്ളുന്ന കേരളത്തിന് അണാ പൈസ നൽകില്ല. ഇങ്ങോട്ടേക്ക് അരി കൊടുത്തകച്ചാൽ, ഇങ്ങോട്ടേക്ക് കുടിവെള്ളം കൊടുത്തകച്ചാൽ, ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ ഇന്ധനം ഒഴിച്ചാൽ അതിന്റെ പണം മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ SDRF എന്ന് പറയുന്ന കേരളത്തിന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. ഇത് കാണിക്കുന്നത് ശുദ്ധ മര്യാദകേടല്ലേ? എന്തുകൊണ്ട് ഇത് കാണിക്കുന്നു? ഈ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അപ്പൊ പറയുകയാണ് ഇത് മണ്ടത്തരമാണെന്ന്. ഇത് മണ്ടത്തരമാണെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആ മണ്ടത്തരം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഏഴയലത്തേക്ക് ഇപ്പോഴും സംഘപരിവാരത്തെ അടുപ്പിക്കാത്ത സംസ്ഥാന രാഷ്ട്രീയ മണ്ഡലമാക്കിയിട്ട് ഇപ്പോഴും കേരളം നിലനിൽക്കുന്നത്. ഇത് പറയുമ്പോഴോ എന്നിട്ട് ഞാൻ എത്ര കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. എയിംസിനെ കുറിച്ചും അതിവേഗ റെയിലിനെ കുറിച്ചും ഒന്നും പറഞ്ഞത് ഞാനല്ല. അങ്ങയേക്കാൾ വലിയ അങ്ങയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ തൃശ്ശൂരും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും മാറി മാറി പൊതുയോഗം നടത്തി സംവാദങ്ങളും പങ്കെടുത്ത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന വാചാടോപമാണ്, പച്ച നുണയാണ്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതാണ്. ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങേക്ക് പൊള്ളലുണ്ടാവുക സ്വാഭാവികം. പക്ഷേയോ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് ഉള്ളുനൊന്ത പ്രതിഷേധത്തോടു കൂടെ മലയാളി ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ഭൂപടത്തിന്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കേണ്ട അന്തരീക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ചെയ്യുകയല്ലേ നമ്മുടെ നാട് നേടിയെടുത്ത നല്ല മുന്നേറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് കേരളത്തിന് പണം നൽകേണ്ടതില്ല എന്ന ശത്രുതാ സമീപനമല്ല സ്വീകരിക്കുന്നത്. പാഴ്സകൾക്ക് പുറകിൽ ഇപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചു പോയല്ലോ. IIMന്റെ കോഴിക്കോട് IIMന്റെ ഡയറക്ടർ ഡോക്ടർ ദബാഷിഷ് ചാറ്റർജിയുടെ അഭിമുഖം എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചു. അഭിമുഖത്തിന്റെ ലീഡ് വാചകം BJP നേതാവ് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇൻഡോർ നഗരസഭയാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. എന്താ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ കേരളം തമ്മിലുള്ള താരതമ്യം? CPM-കാരനല്ലാത്ത ഇടതുപക്ഷാഭിമുഖ്യം തെല്ലുമില്ലാത്ത ദബാഷിഷ് ചാറ്റർജിയുടെ അഭിമുഖത്തിലെ ലീഡ് വാചകം അദ്ദേഹം പറയുന്നത് ഡോണ്ട് ട്രൈ ടു കൺഫ്യൂസ് മീ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷാൽ ബി കമ്പയർഡ് വിത്ത് നോർത്തേൺ യൂറോപ്പ് എന്നാണ്. അതിന്റെ ഹെഡിംഗ് അതാണ്. എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢഗംഭീര വിദ്യാഭ്യാസ സ്ഥാപനമായ IIMന്റെ കോഴിക്കോട് ഡയറക്ടർ പറയുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം സമീകരിക്കേണ്ടത് തുലനം ചെയ്യേണ്ടത് യൂറോപ്പുമായിട്ടാണെന്നുള്ളത്. ആ നേട്ടം നേടിയെടുത്ത സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റില് യൂറോപ്പിനോട് കടപിടിക്കാൻ കഴിയുന്ന മികവ്, അതോടൊപ്പം തന്നെ അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ നേടിയെടുത്ത കേരളത്തിനാണ് എന്ത് നൽകുന്നത്? SSIയുടെ ഫണ്ട് നൽകില്ല, ഇവിടുത്തെ സ്കൂളുകൾ കുട്ടിച്ചോറാക്കും എന്നിവർ പ്രഖ്യാപിക്കുന്നത് ഇല്ലേ? കിട്ടിയതായിട്ട് 2020 മുതൽ കിട്ടിയിട്ടില്ല. ശരി, മറുപടി പറഞ്ഞിരുന്നില്ല. കോൺഗ്രസ് പ്രതിനിധിയുടെ മുമ്പ് മറുപടി പറഞ്ഞില്ല. വർഗീയതയ്ക്കെതിരെയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയം നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കണം കോൺഗ്രസ് നേതാവേ, ഒരു സംശയവുമില്ല. പക്ഷേ ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലെറിഞ്ഞ് മൗദൂദിയുടെ മടിയിൽ കിടന്നിട്ടല്ല വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കേണ്ടത്, വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ടത്. വർഗീയവാദികളായിട്ടുള്ള സകല അലവലാദികൾക്കെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. മൗദൂദിയുടെ മടിയിൽ കിടന്ന് ഗോൾവൽക്കറുടെ ചിത്രത്തിന് നിലവിളക്ക് കൊളുത്തിയിട്ടാവരുത് ഈ കാര്യങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കേണ്ടത്. ദേശീയവാദത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, ഒറ്റവാദം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തുറന്നു വെച്ച ആഫീസ് അടച്ചു കൂട്ടി ഇവിടെ നിന്ന് വണ്ടി വിട്ടിരുന്നു. അങ്ങയുടെ നേതാവ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു. 6000 കോടി സ്ഥലം ഏറ്റെടുപ്പിൽ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഒരാളുടെയും കണ്ണീർ വീഴാത്ത ദേശീയപാത കേരളത്തിൽ